മോനെ, നമുക്ക് പോയി മുത്തച്ഛനെ മുത്തച്ഛയൊക്കെ കാണണ്ടേ? ദേ പിന്നെ നിങ്ങൾ തമ്മിലുള്ള വഴക്കൊന്നും ഞാൻ നോക്കില്ല. അവിടെ ചെന്നാ ഞാൻ നേരെ അങ്ങോട്ട് കയറി ചെല്ലും. എന്തിന്? മോനെ അച്ഛനെ അമ്മയും കാണിക്കാൻ. അല്ലെങ്കിലും ഞാൻ അവരോട് മിണ്ടാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അവരെന്നോടെന്ത് തെറ്റാ ചെയ്തത്? എന്നോട് തെറ്റ് ചെയ്താൽ നിന്നോട് തെറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അവരുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട. എന്നാലും ഒരെന്നാലും ഇല്ല. നീ അവിടെ പോവുകയോ സംസാരിക്കുകയോ എങ്ങാനും ചെയ്താൽ അമ്മണിയേ, വാ, ഇതിലെ ആ വഴി. ഗീതേ, അതിനെ അകത്തുകൊണ്ട് കിടത്താൻ, അതിന്റെ ഉറക്കം കളയാനായിട്ട് ഓരോരുത്തരും. നിനക്ക് എന്താ അവിടെ കാര്യം? എന്താണെന്ന്? ഇത്ര നാളായിട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ചത്തോ ജീവിച്ചോ ഒന്ന് അന്വേഷിച്ചിട്ടില്ല. ഇപ്പൊ വന്നിരിക്കുന്നു പിന്നായിരിക്കാൻ. എന്തിനാ കഴിയുന്നേ? അതിനെ കൊണ്ടൊന്നും സംഭവിച്ചിട്ടില്ല. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നമ്മളോട് ഒറ്റയ്ക്കാ. അച്ഛനുമില്ല, അമ്മയില്ല. അത് കഴിഞ്ഞ ജന്മത്തിലാന്ന് കരുതിയാൽ മതി. ഒന്നുമില്ല, ഉറക്കം വരുന്നില്ല. അമ്മേ, കാലം മാറി. ഇനി അങ്ങോട്ട് തുണി അലക്കലും ചോറുവെക്കലും ഒക്കെ അച്ഛനോട് ചെയ്താൽ മതി എന്ന് പറ. ഗീതേ, വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കുളിക്ക. എന്തിനാ കിണിക്കുന്നത്? അല്ല, നാളത്തെ ബാങ്ക് മാനേജരാണേ വെള്ളം ചൂടാക്കുന്ന അടുക്കളപ്പണിയൊക്കെ. അതിനെന്താ? മഹാത്മാഗാന്ധി എന്തെല്ലാം വീട്ടിൽ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കുഞ്ഞിനെ നോക്കിയിട്ടുണ്ടോ എന്തോ എനിക്കറിയില്ല. ദേ ഉണ്ണേട്ടാ, മോനെ ഒന്ന് പിടിച്ചേ.
അച്ഛന്റെ മോനല്ലേടാ. ആ കരയല്ലേ. ഇതേ ഇതേ ആ. ദൈവം പിടിച്ചേ. സർവത്ര മൂത്രം ഒഴിച്ചു. ആ കുട്ടികൾ അച്ഛന്റെ ദേഹത്ത് മൂത്രം ഒഴിക്കുന്നൊക്കെ പതിവാ. ഞാൻ പറഞ്ഞില്ല, എന്തുവാടാ? ഈ സമയത്ത് മക്കളെ നോക്കാൻ നമ്മുടെ അമ്മമാരുണ്ടാകേണ്ടതാ. ഓ അപ്പൊ അമ്മമാരില്ലാത്തവരെന്ത് ചെയ്യും? ഇല്ലാത്തവരുടെ കാര്യം പോട്ടെ, ഇത് വിളിച്ചാ വിളിയേക്കുന്ന ദൂരത്ത് ആളുണ്ടല്ലോ. അല്ല എത്ര ദിവസം ഒന്നും പറഞ്ഞാ തുണി ഇരുമുന്നതും വെള്ളം ചൂടാക്കുന്നതും ഒക്കെ. ഇതേ ദേഷ്യപ്പെടുവൊന്നും വേണ്ട, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. കാശുണ്ടെങ്കിൽ അമ്മമാരുടെ സ്ഥാനത്ത് നിനക്ക് എത്ര അമ്മമാരെ വേണം? ഉം. നീ നോക്കിക്കോ, ഞാൻ കാണിച്ചുതരാം. വന്നാട്ടെ. പടി പടി. ആ. കുഞ്ഞമ്മേ, ദേ ആ കാണുന്നതാ നമ്മുടെ വീട്. അപ്പൊ ഇതോ? ആ അത് വേറെ ആൾക്കാരാ. വാ. ഹിന്ദുക്കളാ ക്രിസ്ത്യാനികളാ? വാന്ന്. കുഞ്ഞമ്മയോ? ഇതേതാ ഇവനൊരു പുതിയ കുഞ്ഞമ്മ? മോളെ ഇച്ചിരി ചോറ് കൂടി. ഉം. കറി ഉണ്ടെങ്കിൽ ഇച്ചിരി ഒഴിക്കും. അയ്യോ കറി കൂടിപ്പോയല്ലോ മോളെ, ഇച്ചിരി ചോറും കൂടി. കാനറ ബാങ്കിൽ നിന്ന് പോന്നേ പിന്നെ എനിക്ക് ഒട്ടും വിശപ്പില്ല. ഇന്ത്യൻ ബാങ്കുകാർക്ക് എന്നെ വിട ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. പിന്നെ പെറ്റെടുക്കണ ഒരു പെണ്ണുണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്ര ഞാൻ ആ ബാങ്കിൽ നിന്ന് പോന്നത്. ഇന്ത്യൻ ബാങ്ക് മാനേജർ സദാശിവം പിള്ള സാറിന്റെ വീട്ടിലാണ് കുഞ്ഞമ്മ നിന്നോണ്ടിരുന്നത്. പിള്ള സാർ ആ കുഞ്ഞമ്മ നമുക്ക് ഒപ്പിച്ചു തന്നത്. ഓ അപ്പോ ഇന്ത്യൻ ബാങ്കിൽ നിന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ അല്ലേ? അതെ, ഞാൻ ബാങ്കുകാരി വീട്ടിൽ മാത്രമേ നിന്നിട്ടുള്ളൂ. ആ പിന്നെ അപ്പുറത്തുള്ളവരുമായിട്ട് വലിയ അടുപ്പൊന്നും വേണ്ട, അങ്ങോട്ട് പോവുകയും വേണ്ട. ആര്? എന്റെ പട്ടി പോവാ. ആ. മോളെ ഇച്ചിരി ചോറും കൊണ്ടിട്ടെ. കൊടുക്ക് കൊടുക്ക്. ഓ ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാ ഇങ്ങനത്തെ ഒരു സാധനത്തിന് ഞാൻ കണ്ടിട്ടില്ല. ഓ ഒരു സെക്കൻഡ് വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. നിന്നെ ഞാൻ സത്ത് കേട്ടത് കിടന്ന് മോങ്ങാൻ തുടങ്ങിയാലേ വലിച്ച് ഞാൻ ഒരു ഏറ് വെച്ചേരും. നാശം പിടിച്ചത്. ഇങ്ങനെയുണ്ട് ഒരു സന്താനം. അയ്യോ അസത്ത് ഞാൻ കണ്ടിട്ടില്ല. കൊച്ചുവാവയാണേ കുഞ്ഞി മോനാണേ പൊന്നു മോനും മോനാണേ അമ്മേരെ മോനും മോനാണേ തങ്കക്കുട്ടി മോനാണേ. മോൾ എന്തിനപ്പോ വെള്ളം കോരണേ? പെറ്റെണീറ്റിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. കനപ്പെട്ട ജോലിയൊന്നും ചെയ്യണ്ട. സ്വന്തക്കാർക്കില്ലാത്ത വിഷമം നിങ്ങൾക്ക് എന്തിനാ കുഞ്ഞമ്മേ? ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. എന്നാലും ചിലർക്ക് എന്നോട് മിണ്ടാൻ വിഷമം, കണ്ടാ നോക്കാൻ വിഷമം. ആ ആരുമില്ലാത്തവർക്കും ജീവിക്കണ്ടേ അല്ലേ കുഞ്ഞമ്മേ? എനിക്കൊന്നും അറിഞ്ഞൂടേ. കുഞ്ഞി മോനും മോനാണേ കൊച്ചു. നീ ഉദ്ദേശിച്ചത് എന്താണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. പക്ഷെ നമ്മൾ വിചാരിച്ച ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്ഷമിക്കാൻ പറയാനല്ലാതെ അമ്മയ്ക്ക് മറ്റൊന്നും അറിയില്ല മോളെ.